വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡിയുടെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ ഒരുങ്ങേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയെക്കുറിച്ച് ഇനിയും അറിയാത്ത ആളുകളുണ്ട്. ഇന്നും രാവിലെ എന്നെ വന്ന് മീറ്റ് ചെയ്ത ഒരാൾ ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്താണെന്നോ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ എന്തൊക്കെയാണ് ഈ എക്സാമിലേക്ക് പഠിക്കേണ്ടതെന്നോ മനസ്സിലാകാത്ത ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. കാരണം അവർക്ക് പലപ്പോഴും ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ വരുന്നൊരു പരീക്ഷ അല്ലെങ്കിൽ വളരെ ചെറിയ പോസ്റ്റുകളിലേക്ക് നടക്കുന്ന ഒരു പരീക്ഷ എന്ന് മാത്രമല്ലാതെ ഈ പരീക്ഷയ്ക്ക് എത്രത്തോളം അവസരമുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രത്തോളം സെലക്ഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏജ് 36 വയസ്സുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കരുതേണ്ട കാര്യമാണ്. കാരണം OBC ആളുകൾക്ക് 39 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ SC/ST കാറ്റഗറി ഒക്കെ വരുവാണെങ്കിൽ 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതായത് ഏജ് 41 വരെയുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിലുള്ള ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അവസരമാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞത്. ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ളൂ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്, ഫെബ്രുവരി 22 വരെ. ഇപ്പോൾ പല ആളുകളും ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അക്കാഡമിയിൽ വിസിറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, സാർ ഈ എക്സാമിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. പല ആളുകളും ചോദിക്കും, സാർ ഇത് അറിഞ്ഞവർ വിചാരിക്കും ഇത് ഞങ്ങൾ അറിഞ്ഞല്ലോ. എന്നാൽ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു അവസരത്തെ പറ്റി പല ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവരെയൊക്കെ ഈ എക്സാം എഴുതിക്കുക. അവർ വൺ ടൈം ഒന്ന് എഴുതട്ടെ. ഈ എക്സാം എഴുതുന്നതിന് വേണ്ടി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് ഈ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അതിനുവേണ്ടി കൂടുതലൊന്നും ചെയ്യേണ്ട, വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ചാനലിലൂടെ അവർക്ക് കൃത്യമായി ഈ പരീക്ഷയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുൾപ്പെടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇതിന്റെ ഡേറ്റ, ഈ എക്സാമിന്റെ ഡേറ്റ്. മക്കളെ, ഇതിന്റെ ഡേറ്റ് എന്നാ വന്നിരിക്കുന്ന ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. 22 വരെയാണ് നമുക്ക് ഈ എക്സാമിന്. ഫെബ്രുവരി 22 2ാം മാസമാണ്. ഫെബ്രുവരി 22 വരെയാണ് നമുക്ക് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറയുമ്പോൾ ഇനി എത്ര ദിവസങ്ങളുണ്ട്? വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ, എത്രയും പെട്ടെന്ന്. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ 24 ആണ്. അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ അവർ തരും. ആ ടൈമിൽ നമുക്കത് മോഡിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഉള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു പരീക്ഷയെ പറ്റി നിങ്ങളെ ഞാൻ എത്രയും വേഗം അറിയിച്ചിരിക്കുകയാണ്. എനിക്ക് പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ കൂടെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് CBT1 ഒരു ഓൺലൈൻ പരീക്ഷയുണ്ട്, ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അല്ലാണ്ട് മറ്റൊന്നുമില്ല. നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിൽ വരുന്ന എല്ലാ ആളുകൾക്കും സെലക്ഷൻ കിട്ടുന്നു എന്നുള്ളത് ഒരു നിസ്സാര പ്രോസസ് അല്ല, അല്ലേ? കാരണം നമ്മളൊക്കെ അറിയാം, PSCയുടെ ഒക്കെ തന്നെ പല ലിസ്റ്റുകളിലും വരുമ്പോൾ ആദ്യത്തെ കുറച്ച് പേരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റിന് അനക്കമില്ല. പക്ഷേ ഇവിടെ ലിസ്റ്റിൽ വരുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒക്കെ പ്രത്യേകത ഏതാണ്? ലിസ്റ്റിൽ വരുന്ന എല്ലാ ആളുകൾക്കും തന്നെ ജോലി കിട്ടാനുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് എന്നുള്ളിടത്താണ് നമ്മൾ ഈ റെയിൽവേയുടെ പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒറ്റ പരീക്ഷയുള്ളൂ ഗ്രൂപ്പ് ഡിക്ക്. ഏത് പരീക്ഷയാണ്? ഒരു ഓൺലൈൻ ടെസ്റ്റ്. ഈ ഓൺലൈൻ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ പഠിക്കേണ്ടത്? ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്? വളരെ സിമ്പിളായിട്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം, വലിച്ചു നീട്ടാതെ പറഞ്ഞേക്കാം. ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ റീസണിങ് പഠിക്കണം,
റീസണിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് എന്താണെന്ന് ചോദിച്ചാൽ മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മൾ ലോജിക്കലായിട്ടുള്ള ഫിഗർ പാറ്റേൺ കണ്ടുപിടിക്കുക, ഫിഗറിന്റെ കൗണ്ടിങ് നടത്തുക, കോഡുകൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്കാണ് കേട്ടോ. അതുപോലെ ജനറൽ സയൻസ്, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ലടാ 10ാം ക്ലാസ്സിൽ പഠിച്ച അത് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. പിന്നെ നമ്മുടെ മാത്സ് ഉണ്ട് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. 80 ക്വസ്റ്റ്യൻസ് ഈ 3 സബ്ജക്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ 3 ഏരിയയിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മാത്സ്, റീസണിങ്, സയൻസ് പഠിക്കുന്നവർക്ക്, അതിൻ്റെതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് 100 ക്വസ്റ്റ്യൻസിൽ 80 ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്നാണ്. നമ്മുടെ PSC ഒക്കെ വരുന്ന GK ഒരു 20 സെക്ഷൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്, 20 മാർക്കാണ്. അപ്പം PSC ഒക്കെ പഠിക്കുന്നവർക്ക് ആ ഒരു GKയുടെ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ഫാക്ട് അബൌട്ട് കേരള ആ രീതിയിലാണല്ലോ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, 1.5 മണിക്കൂർ വരുന്ന ഒരു ഓൺലൈൻ പരീക്ഷ കൃത്യമായി മോക്ക് എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് നേടിയെടുക്കാൻ പറ്റുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സാം പാറ്റേൺ. ഇനി ആ എക്സാം പാറ്റേണിൽ വരുന്ന സബ്ജക്റ്റുകളുടെ കുറച്ചുകൂടെ മാത്സിനകത്ത് വരുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ അനലോഗി ക്ലാസ്, ഞാൻ ഓരോ സബ്ജക്റ്റിലോട്ടും പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് പറയുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th സ്റ്റാൻഡേർഡിൽ വരുന്ന കാര്യങ്ങൾ മതി. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് GK എന്ന് പറയുന്ന പാർട്ടാണ് അടുത്ത പ്രാധാന്യമുള്ള പാർട്ട്. അപ്പൊ ഞാൻ ഇതിൽ ഓരോന്നിലേക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, നിങ്ങൾ പഠിക്കണം. എന്താണ്, നമ്പർ സിസ്റ്റം ഉണ്ട്, ബോർഡ് മാസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, LCM, HCF ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. സ്ക്വയർ റൂട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ ബേസിക് സാധനങ്ങളും, ഇത് കൂടാതെ പെർസെൻറ്റേജ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ, പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളും, അതുപോലെ ജോമെട്രി, ഓൾജിബ്ര, മെൻസുറേഷൻ പോലെയുള്ള അഡ്വാൻസ്ഡ് മാത്സിന്റെ കാര്യങ്ങളും ചേരുന്നതാണ് മാത്സിന്റെ ടോപ്പിക്കുകൾ. ഏകദേശം ഒരു 20-25 ടോപ്പിക്കുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് റെയിൽവേ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC, റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ടോപ്പിക്. അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, സീരീസ്, ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ബ്ലഡ് റിലേഷൻ, ഫാമിലി ബന്ധങ്ങൾ, മാത്തമാറ്റിക്കൽ സിമ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട്, വെൻ ഡയഗ്രം, സിലോജിസം, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, ക്ലോക്ക് ആൻഡ് കലണ്ടർ, ഡൈസ് ആൻഡ് ക്യൂബ്, മിറർ, ഇതെല്ലാം ഫിഗർ ബേസ്ഡ് സാധനങ്ങളാണ്. ഫിഗർ ബേസ്ഡ് കുറെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് റീസണിംഗ്. അപ്പൊ 55 മാർക്ക് വരുന്ന മാത്സും റീസണിങ്ങും കൃത്യമായി ചിട്ടയായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ മാത്സും റീസണിങ്ങും 55 മാർക്കിന്റെ ഏരിയ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ഏതൊക്കെയാ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കുകളാണ് ഈ കിടക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ വരുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളുടെ ഹെഡിങ് ആണ് ഈ കിടക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 10ാം ക്ലാസ് വരെയുള്ള NCERT ടെസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ പ്രിപ്പറേഷന്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെന്താ ഉള്ളത്, അതുപോലെ തന്നെ നമ്മുടെ GK എന്ന് പറയുമ്പോൾ അതിന് ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ജനറൽ അവയർനെസ് ഏരിയ. അത്യാവശ്യം 20 മാർക്കിന് കുറേ കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ അതെങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പഠിക്കണം എന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. സ്ഥിരമായിട്ട് കറണ്ട് അഫയേഴ്സിൽ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, അതുപോലെ തന്നെ അപ്പോയിൻമെന്റ്സ് അല്ലെങ്കിൽ സ്കീമുകൾ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകാമെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കൊരു 1000 മീറ്റർ ഓട്ടമുണ്ട് രണ്ട് കൂട്ടർക്കും, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. മെയിലിനാണെങ്കിൽ 4 മിനിറ്റ് 15 സെക്കൻഡും ഫീമെയിലാണെങ്കിൽ 5 മിനിറ്റ് 40 സെക്കൻഡും കിട്ടുന്നുണ്ട് ഈ ഓട്ടത്തിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് വരുന്നത് 35 കിലോഗ്രാം വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യണം 2 മിനിറ്റിൽ. ആര്? ബോയ്സ്. ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ 20 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റർ ട്രാവൽ ചെയ്യണം 2 മിനിറ്റ് കൊണ്ട്. ഇത് രണ്ടും അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നും അല്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം തലേന്നത്തെ ദിവസം കിടന്ന് വെപ്രാളപ്പെട്ട് ചെയ്താൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. പക്ഷേ മുന്നേ ഒരുവിധം പ്രാക്ടീസ് ചെയ്ത് പാങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. നമ്മുടെ ദിശയുടെ ഒരു മെയിൻ ചാനലുണ്ട്. ഈ ചാനലിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ടർബോ ബാച്ച് എന്ന രീതിയിൽ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾക്കൊക്കെ ഫീസൊക്കെ മുടക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് കൃത്യമായി ഈ എക്സാമിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടർബോ ബാച്ച് എന്ന രീതിയിൽ ഫ്രീ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ 2019 വന്ന RRB ഗ്രൂപ്പ് ഡിക്കും ഇതുപോലെ ഫ്രീ ക്ലാസ്സസ് NDPC ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ പോയി നോക്കിയാൽ ഏകദേശം 150ഓളം വീഡിയോസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. കൂടാതെ ഈ വർഷം 2025 വരുന്ന NDPC ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ടർബോ ബാച്ച്, കേരളം മുഴുവൻ സംസാരിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ബാച്ചാണ് ടർബോ ബാച്ച്. പോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കാണാം. ദിശ അക്കാഡമി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാനലിൽ ഇതിന്റെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി നേടാനായി നമ്മൾ ദിശ അക്കാഡമി, ദിശയുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ഗൂഗിൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. വെറും 3000 റുപ്പീസ് മാത്രമാണ് അതിന്റെ ഫീസ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് മെന്റർ സപ്പോർട്ട് ഓടുകൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കിട്ടുകയാണ്. ഈ അവസരത്തിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ഒരു ഗൈഡ് ലൈൻ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു മെന്റർ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ കേരളത്തിന് വെളിയിൽ എവിടെയാണെങ്കിലും കൃത്യമായി ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് സാധിക്കും. ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. പിന്നെ ദിശയുടെ 5 ബ്രാഞ്ചുകൾ, ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിശ ഒരു മെയിൻ 5 സ്പോട്ടുകളിലാണ് നമ്മുടെ അക്കാഡമി ലൊക്കേറ്റ് ചെയ്യുന്നത്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം. ഈ പ്ലേസുകളിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദിശ അക്കാഡമിയെ സമീപിക്കാം. ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ദിശ അക്കാഡമിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ വളരെ പ്രാധാന്യത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ ഫ്രണ്ടിൽ RRB ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. ഫെബ്രുവരി 22 ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത എല്ലാ ആളുകളും അപ്ലൈ ചെയ്യുക. കൃത്യമായി ഇതിൻ്റെ സിലബസ് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.